ഇവര് വളരെ നല്ല രീതിയിലുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുന്ന സമയം മുതൽ ഇവരവിടെ ആക്റ്റീവ് ആയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും ഈവൻ മെഡിസിൻസ് ഒക്കെ എന്തെങ്കിലും കഴിഞ്ഞു എല്ലാം ഒരു വെൽവിഷേഴ്സ് ആയിട്ട് അവരുടെ ഫാമിലിയും അതെ, ഇൻക്ലൂഡിങ് ഫാമിലി. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം 6 വർഷങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച ലക്ഷ്മിയുടെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എങ്ങും. വിമർശിച്ചും വിമർശിക്കാതെയും അനവധി പേരാണ് രംഗത്തെത്തുന്നത്. ഇത്രയും നാളും എന്തുകൊണ്ട് പറഞ്ഞില്ല, എല്ലാം കൃത്യമായി പഠിച്ചു പറഞ്ഞ തിരക്കഥയായി വന്നിരിക്കുകയാണ് ലക്ഷ്മി. ഇനി അധികം ചോദ്യം ചോദിച്ച ആ പാവത്തിനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞ് ഇരു കൂട്ടരും രംഗത്ത് വരികയാണ്. അതായത് വിമർശിച്ചും അല്ലാതെയും ആളുകൾ വരുന്നു. അമ്മയെ തല്ലിയാൽ രണ്ടുണ്ടല്ലോ പക്ഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്മി അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്ത് വരികയാണ്. അവരുടെ ഒരു തമ്മിത്തല്ല് നടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴിതാ പ്രിയ വേണുഗോപാൽ എന്നത് ബാലഗോപാലിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. ഇവർ തന്നെയാണ്, ഈ പ്രിയ വേണുഗോപാൽ തന്നെയാണ് പല ഘട്ടത്തിലും ബാലഗോപാലിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും കുടുംബത്തിൽ നിന്ന് മാധ്യമങ്ങളിലേക്ക് പറയുന്നത് ഈ പ്രിയ വേണുഗോപാൽ തന്നെയായിരുന്നു. ഇപ്പോഴിതാ പ്രതികരിക്കുന്നില്ലേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലക്ഷ്മിയുടെ ആ അഭിമുഖത്തോട് പ്രതികരിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പ്രിയ വേണുഗോപാലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശക്തമായി തന്നെ ഇപ്പോൾ വരികയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു തുടങ്ങാം. ലക്ഷ്മി സാക്ഷി, ഞങ്ങൾ എന്ത് പ്രതികരിക്കാനാണ്? പലരായി ലിങ്ക് അയച്ചു തന്ന് കണ്ടില്ലേ, പ്രതികരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പരിപാടി 6:30 തന്നെ ഞങ്ങളും കണ്ടു. പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ ആകാമെന്നും കരുതിയിരുന്നു. 2019 ജൂണിൽ വളരെ കൃത്യമായി, ശക്തമായും വ്യക്തമായ ബോധത്തോടെയും നല്ല ഭാഷയിലും ലക്ഷ്മി ബാലഭാസ്കർ ന്യൂസ് 18ലെ സുഹൃത്തിനോട് മകൻ മരിച്ചതുകൊണ്ട് ഡെസ്പായ അച്ഛന്റെ സംശയങ്ങൾ കൃത്യമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന്റെ കുറച്ചു ഭാഗം കേട്ടതാണല്ലോ. ആ കുറച്ചു ഭാഗം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷമാകാം ബാക്കി പോസ്റ്റ് വായിക്കുന്നത്. ഇവര് വളരെ നല്ല രീതിയിലുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുന്ന സമയം മുതൽ ഇവരവിടെ ആക്റ്റീവ് ആയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും ഈവൻ മെഡിസിൻസ് ഒക്കെ എന്തെങ്കിലും കഴിഞ്ഞു എല്ലാം ഒരു വെൽവിഷേഴ്സ് ആയിട്ട് അവരുടെ ഫാമിലിയും അതെ, ഇൻക്ലൂഡിങ് ഫാമിലി. അവര് ഒരാളെ മാത്രമല്ല, അവർ ഫാമിലി ആയിട്ട് തന്നെ അത്രയും നല്ല വെൽവിഷേഴ്സ് ആയിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ നിന്നിട്ടുള്ളത്. അല്ലാതെ അങ്ങനെ ഒരു മോശമായിട്ട് ഇമ്പാക്ട് തോന്നുന്ന രീതിയിൽ നിന്നിട്ടില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ നിർത്തില്ലല്ലോ. പുറകിലുണ്ടായിരുന്നതാണ് ബാലു. എന്നോട് പറഞ്ഞു, പുറകിലെ കയറുമ്പോ എന്നോട് ചോദിക്കുകയും ചെയ്തു, നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ ആവശ്യമുണ്ടോ? അവര് ചായയോ എന്തോ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സൈഡില്. എന്നോട് ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറകിലേക്ക് കയറുന്നത്. ഒബ്വിയസ്ലി മോനെ നഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഡെസ്പാവാതിരിക്കില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ സംശയങ്ങൾ, ഇപ്പം കേസ് CBIയുടെ അല്ല, സംശയങ്ങളൊക്കെ അവര് തെളിയിക്കട്ടെ. അവര് നല്ല രീതിയിൽ തന്നെ കേസ് നമ്മള് എന്താ പറയാ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് അന്വേഷിക്കും നമുക്ക് ഉറപ്പുണ്ടല്ലോ. CBI അത് തന്നെയാണ് എന്റെയും വിശ്വാസം. അതിനും കൂടുതലായി എന്തെങ്കിലും 5 വർഷം കഴിഞ്ഞ് ഇന്നലെ വീണ്ടും സംസാരിച്ചതായി തോന്നുന്നില്ല. ചില വിശ്വസ്തരായ സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിയപ്പോൾ, പരസ്പരം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോൾ ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ആദ്യമായി പൊതുവേദിയിൽ വന്നു. എന്താ അത്ഭുതപ്പെടാനാണുള്ളത്? പറഞ്ഞതിലൊന്നും കേസുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാത്തത് കൊണ്ടും അവരുടെയും സുഹൃത്തുക്കളുടെയും മൊഴികളുടെ കോപ്പി കയ്യിലുള്ളത് കൊണ്ടും അവയിലെ പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നത് കൊണ്ടും കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ കുടുംബ പ്രശ്നങ്ങളിലേക്ക് തന്നെ കേസിനെ എത്തിക്കേണ്ട ആവശ്യം പലർക്കും ഇപ്പോൾ ഉള്ളത് കൊണ്ടും ഞങ്ങൾക്കിതിൽ പറയുവാനൊന്നും തന്നെ ഇല്ല. പിന്നെ ഒരല്പം പുതുമയുള്ളത്, ബാലഭാസ്കറിന് അച്ഛനോടും അമ്മാവനോടും അല്ലാതെ ആരോടും ബന്ധമില്ലായിരുന്നു എന്ന പഴയ പല്ലവി കേട്ടില്ല. മറിച്ച് ബാലു അവിടെ എപ്പോഴും പോകുമായിരുന്നു, ഞാൻ പോകാറില്ല, പക്ഷെ അമ്മാവന്റെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും ചടങ്ങുകൾക്കുമെല്ലാം പോയിട്ടുണ്ട് എന്നതുവരെ എത്തി സത്യം. ഇവിടെ സോഷ്യൽ മീഡിയ കവലയിൽ ചിത്രങ്ങളും വീഡിയോകളും മറച്ചൊരു സത്യം വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി മാറ്റി പറയാൻ പറ്റില്ലായിരിക്കും. അച്ഛനോട് തോന്നിയ ദേഷ്യം സോഷ്യൽ മീഡിയ ബുള്ളിംഗ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2019 ജൂണിൽ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് വന്നപ്പോഴാണ് ആദ്യമായി കുടുംബം പൊതുവിടത്ത് എന്തെങ്കിലും പറഞ്ഞത്. ബാലുചേട്ടൻ മരിച്ച ഒക്ടോബർ മുതൽ ഞങ്ങൾ കുടുംബം മുഴുവൻ ചീത്ത കേട്ടിരുന്ന യൂട്യൂബ് ചാനലുകളിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയുമാണ്. 2019 ജനുവരിയിൽ സംശയങ്ങളൊക്കെ ചേർത്ത് എന്ന് കേസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ച അച്ഛനോടും ചിറ്റപ്പന്മാരോടും അർജുൻ മൊഴി മാറ്റിയത് അന്വേഷിക്കണം, സാമ്പത്തിക കാര്യങ്ങളൊന്നും സംശയിക്കാനില്ല, അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞിരുന്നു ലക്ഷ്മി. ആ മാസം തന്നെ അടുത്ത സന്ദർശനത്തിൽ
പൂന്തോട്ടം ലത, തമ്പി എന്നിവരൊക്കെ ഇടം വലം നിന്ന് പരിചരിക്കുന്നത് കണ്ടപ്പോൾ മകനെ കൊന്നതിന് കൂട്ടുനിന്നവർ എന്തിനിവിടെ എന്ന് ചോദിച്ചു പോയതിന് അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ്. അതിനുശേഷം അച്ഛൻ ആ വഴിക്ക് പോയിട്ടില്ല. ഫോൺ വിളിച്ചിട്ട് ലക്ഷ്മി എടുത്തിട്ടുമില്ല. വീണ്ടും മാസങ്ങൾ കഴിഞ്ഞാണ് കള്ളക്കടത്തും അവരെ വ്യക്തിപരമായി അറിയില്ല എന്ന ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്ന് ഞങ്ങളുടെ ഭാഗം പറഞ്ഞതുമൊക്കെ സംഭവിക്കുന്നത്. സെലക്റ്റീവ് മെമ്മറിയും ഒരു ആരോഗ്യ പ്രശ്നമാകാം. അമ്മയോട് മാത്രം അകൽച്ച എന്നതിൽ എത്തിച്ചിട്ടുണ്ട്. മകനെ അത്രത്തോളം സ്നേഹിച്ച ആ അമ്മ അതുകൊണ്ട് തന്നെ അവരുമായുള്ള മരുമകളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. സ്വന്തം പരാതികളുമായി അതിനിടയിലേക്ക് തടസ്സമായി ചെന്നിട്ടുമില്ല. നേരെ മറിച്ച് അവന്റെ ബാലിശമായ പരാതികളും പരിഭവങ്ങളും നിശബ്ദം കേൾക്കുന്നത് തുടർന്നിരുന്നു. അവന്റെ കുടുംബജീവിതത്തിലെ യഥാർത്ഥത്തെ പറ്റി പലരും പറഞ്ഞു കേൾക്കുമ്പോൾ ആരോഗ്യത്തിന് ആയുസ്സിനും വേണ്ടിയും കരഞ്ഞും പാടിയും പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് മീഡിയ അത്രത്തോളം ആഘോഷമാക്കിയ ഒരു സ്നേഹഗാഥ ഉണ്ടായത് എന്ന് വിവേകമുള്ളവർക്ക് മനസ്സിലാകും. ഇത്രയും സ്നേഹവും അംഗീകാരവും ബഹുമാനവും സ്ഥാനവും തനിക്ക് മാത്രമല്ല തന്റെ കുടുംബത്തിനും നൽകിയ ഭർത്താവിനു വേണ്ടി ഒരിക്കൽ പോലും തിരിച്ചൊരു ശ്രമം നടത്താത്ത കഥ ഇനി കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് പറയുമായിരിക്കും. കേസ് നീണ്ടുപോയിക്കൊള്ളുമല്ലോ. കേസ് നടത്തുന്ന അച്ഛന് 78, അമ്മയ്ക്ക് 73. നമുക്ക് ഒരുപാട് സമയമുണ്ട് അല്ലെ? കേസിലെ പ്രതികളെ പറ്റി ഒന്നും പറയാനുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 തട്ടിലാണ് കാര്യങ്ങൾ. കുറച്ചു കൂട്ടർ പറയുന്നു ലക്ഷ്മി പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു ലക്ഷ്മി പറഞ്ഞതൊക്കെ തന്നെ തിരക്കഥയുടെ ഭാഗമായിട്ടാണെന്ന് പറയുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ലക്ഷ്മിയുടെ ആ ഒരു അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ലക്ഷ്മി പറയുന്നുണ്ട് തന്റെ ജീവനായിരുന്ന, തന്റെ ചുറ്റും നടന്നിരുന്ന, തന്റെ ഏറ്റവും വലിയ ജീവനായിരുന്ന, തന്നെക്കാൾ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന 2 പേരാണ് ഇല്ലാതായിരിക്കുന്നത്. അവർക്ക് വേണ്ടി അവരുടെ അവസാനത്തിന് വേണ്ടി അവരുടെ ഏറ്റവും അവസാനത്തെ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന തന്നിൽ നിന്നും അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അവസാനത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് അറിയാവുന്ന കാര്യം വിളിച്ചു പറയുക എന്നത് മാത്രമാണ്. എനിക്കറിയാവുന്ന കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ, എനിക്കറിയാവുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ പറയുന്ന കാര്യത്തിനും കോൺട്രവേഴ്സികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു തുടക്കമല്ല, ഇതെല്ലാത്തിന്റെയും അവസാനമാണ്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിക്കും. ഞാൻ പറയുന്നതിന് 2മായി ചിലർ പറഞ്ഞു വന്നേക്കാം. അതിന് ഞാനൊരു 3ാമത്തെ കാര്യം പറയുന്നില്ല. 2ഉം 3ഉം പറഞ്ഞ് അങ്ങനെ പറഞ്ഞിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എവിടെയാണോ നിയമപരമായി പറയേണ്ടത് അവിടെ തന്നെ പറയും എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ 2 തട്ടിൽ കാര്യങ്ങൾ നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും ഇതൊരു കുടുംബ പ്രശ്നമായി മാറിപ്പോകാതെ എന്താണോ സത്യസന്ധമായി നടന്നത് ആ കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. കൃത്യമായി പ്രധാനമായും കഴിഞ്ഞ ദിവസം ലക്ഷ്മി പറഞ്ഞതിൽ ഈ പ്രകാശ് തമ്പിയെ കുറിച്ചുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. പ്രകാശ് തമ്പി എന്തിനാണ് ഈ ബാലഭാസ്കറിന്റെ ഫോൺ വെച്ചിരുന്നത്, പേഴ്സ് എന്തിനാണ് വെച്ചിരുന്നത് അടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നീടാണ് അവരൊക്കെ തന്നെ വെറും ഫ്രോഡുകളാണ് എന്ന് മനസ്സിലായത്. അവർ ഫ്രോഡുകളാണ് എന്ന് ബാലു തിരിച്ചറിഞ്ഞെങ്കിൽ ഒരുപക്ഷെ അവരുമായിട്ടുള്ള ചങ്ങാത്തം അപ്പോൾ തന്നെ അവസാനിപ്പിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും 2 തട്ടിൽ നിൽക്കുകയാണ്. CBIയുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ ശക്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാകുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കലാഭവൻ സോബി അദ്ദേഹം മലയാളി വാർത്ത ഇൻസൈഡോടും അത്ര കൃത്യമായി പ്രതികരിച്ചാണ്. അദ്ദേഹം എന്തായാലും ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്.